ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി വാനില സ്പഞ്ച് കേക്കാണ് കേട്ടോ. ഭയങ്കര രുചിയാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഞാനിതൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ കിലോ വെച്ചിട്ട് 2 കിലോയുടെ കേക്ക് ഒരു 7 ഇഞ്ച് പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ മുട്ട, പഞ്ചസാരപ്പൊടി, മൈദ, പിന്നെ നമുക്ക് കുറച്ച് 2 കേക്ക് ടിന്ന് ഞാൻ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. മൈദാപ്പൊടി ഇട്ടിട്ട് എണ്ണ തടവിയിട്ട് മൈദാപ്പൊടി ഇട്ടിട്ട് ലൈൻ ചെയ്തെടുത്തിട്ട് എനിക്ക് ബേക്കിംഗ് പേപ്പർ ഇല്ലായിരുന്നു, അത് കാരണം അങ്ങനെ ചെയ്തെടുത്തു. പിന്നെ അതിന് വേറെ ഇൻഗ്രീഡിയൻസ് കുറച്ച് സാധനങ്ങളും കൂടി വേണം, അത് ഞാൻ കാണിച്ചു തരാം. മെഷറിംഗ് കപ്പുകൾ വേണം കേട്ടോ, അത്യാവശ്യമാണ് നമുക്ക്. അപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പിൻ്റെ ഒരു മെഷർമെൻറ്റിൽ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദയ്ക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1 ടീസ്പൂണാണ് എൻ്റെ അളവ്. അങ്ങനെ 2 കപ്പ് മൈദ ആയാറിന് ഞാൻ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനിയും ഇൻഗ്രീഡിയൻസ് വേണം. ബേക്കിംഗ് പൗഡർ കൂടാണ്ട് ബേക്കിംഗ് സോഡ എന്ന് പറയും നമ്മൾ. അപ്പോൾ അതും നമുക്ക് ഒരു നുള്ള് മതി കേട്ടോ. ഒരു കപ്പ് മൈദയ്ക്ക് നമുക്കൊരു 1/4 ടീസ്പൂണിൽ കുറവ് മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ, 2 ഉണ്ടല്ലോ, 1/2 ടീസ്പൂണാണ് ഇടേണ്ടത്. പക്ഷേ 1/2 ടീസ്പൂൺ പോലും ഞാൻ ഇട്ടിട്ടില്ല, അതിനേക്കാൾ വളരെ കുറവാണ് ഇട്ടിരിക്കുന്നത്. ഒരു മേ ബി ലിറ്റിൽ ലെസ് ദാൻ 1/2 ടീസ്പൂൺ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഞാനത് നല്ല പോലെ ഒന്ന് വിസ്ക് ചെയ്ത് ആദ്യം എടുക്കുക. എല്ലായിടത്തോട്ടും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുക്കും. ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ലംസൊക്കെ ഉണ്ടെങ്കിൽ അതും പൊക്കോളും. അപ്പോൾ സാധാരണ ചിലവരൊക്കെ ഒരു 3-4 പ്രാവശ്യം മുകളിൽ നിന്ന് ഇങ്ങനെ അരിച്ചെടുക്കും. അപ്പോൾ അതിനകത്ത് വേറെ ഒന്നുമല്ല, അതിൻ്റെ അകത്ത് കുറച്ചൊന്ന് എയർ കയറി അതൊന്ന് ഫ്ലഫി ആവാൻ വേണ്ടിയിട്ടാണ്, കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് ഇതുപോലെ എന്തെങ്കിലും കട്ടകൾ ലംസം ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തടവി ബാക്കി ലംസ് അങ്ങ് കളയും. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ആ വിസ്ക് വെച്ചിട്ട് തന്നെ ഒന്നുകൂടി അതിനെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് എയർ കയറി അതൊന്ന് ലൂസാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 പ്രാവശ്യം ഒന്നും നമ്മൾ അരിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഞാൻ ആദ്യം കാണിച്ചതാണ് ഒരു കപ്പ് മൈദയ്ക്ക് ഞാൻ സാധാരണ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മുട്ടയാണ്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ 6 മുട്ട. പക്ഷെ മുട്ട തീരെ ചെറുതായിരുന്നു, ഞാനൊരു 7 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ വാനില എസൻസും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക്. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് മൈദയ്ക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിക്കും. അപ്പോൾ അത് പൊടിക്കുമ്പോൾ നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ അത് പൊടിച്ച പഞ്ചസാര 1 കപ്പ് കാണും ഏകദേശം. അപ്പോൾ ഞാൻ ഇവിടെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3/4 കപ്പ് വെച്ചിട്ട് 2 പ്രാവശ്യം പൊടിച്ചെടുത്തിരിക്കുന്ന പഞ്ചസാരയാണ്. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഇത് തന്നെ ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരുള്ളൂ. അപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയും നല്ല പോലെ പതപ്പിച്ചെടുക്കാം. ഇതാണ് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. അല്ലാതെ ഈ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഇളക്കാൻ നോക്കരുത്.
അത് നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഇതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും അതിട്ടിട്ട് ഇളക്കിയെടുക്കുക. ഈ കേക്ക് ബേക്കിംഗ് ഒരു ആർട്ടാണ് ശരിക്കും കേട്ടോ. അത് ബേക്കിംഗ് നമുക്ക് വലിയ പ്രയാസമുള്ള പണിയൊന്നുമല്ല. നമ്മൾ നമ്മുടെ ഈ ടീസ്പൂണും അളവുകളും കപ്പ് അളവുകളും ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കേക്ക് ബേക്കിംഗ് പഠിച്ചെടുക്കാം. പക്ഷേ ഇതിൻ്റെ ഡെക്കറേഷൻ ഉണ്ടല്ലോ, നല്ല പാടുള്ള പണിയാണ്. അതിന് ഇത്തിരി നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ബുദ്ധി വേണം. അതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊരു ആർട്ടിസ്റ്റിക് സ്കില്ല് വേണം. അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല പണിയാണ് അത്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് അതൊരു ഭയങ്കര ക്രിയേറ്റീവ് സ്കില്ലാണ്, ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഗതിയാണത്. എനിക്ക് ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാണെന്ന് അറിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കിട്ടും. അതാണ് എൻ്റെ ഇതിൻ്റെ അകത്ത് ഇത് ചെയ്യാനുള്ളൊരു പ്രചോദനം. ഓക്കെ, അപ്പോൾ കേക്ക് ബേക്കിംഗ് അല്ലാതെ കേക്ക് സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടുള്ള പണിയൊന്നും അല്ല. ഇത് കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിനകത്ത് നമ്മുടെ പണികളെല്ലാം തീരും. എല്ലാ സാധനം ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പണികൾ പെട്ടെന്ന് തീരും. പിന്നെ ബേക്ക് ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. അപ്പോൾ കേക്ക് ബേക്കിംഗ് അത്ര പാടുള്ള പണിയല്ല. ഇത് കണ്ടോ, ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്ര പൊങ്ങി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാത്രം കവിഞ്ഞു പോകുന്നുള്ള രീതിയായി. അത്ര പൊങ്ങി വന്നു. ഇത്രയും പൊങ്ങണം എന്നാലേ ശരിയാവുള്ളൂ. അപ്പം അത്ര ഫ്ലഫി ആയിട്ട് നമുക്ക് സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് എണ്ണയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് മൈദയ്ക്ക് ഞാൻ 1/4 കപ്പാണ് എണ്ണ ഒഴിക്കുന്നത്. ഇതിപ്പം 1/4 കപ്പ് വെച്ചിട്ട് 1/2 കപ്പ് വരും. അപ്പോൾ 1/2 കപ്പ് എണ്ണ ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. ആ എണ്ണ എല്ലായിടത്തോട്ടും ആയാൽ മതി. അല്ലാതെ അതിട്ടിട്ട് നിങ്ങൾ ഫുൾ സ്പീഡിൽ അടിച്ച് പതപ്പിക്കരുത്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇത് പയ്യെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് ചെറിയ സ്പീഡിൽ, ഏറ്റവും സ്ലോ സ്പീഡിൽ അതിനെ ഒന്ന് കറക്കിയെടുക്കുക. എല്ലായിടത്തോട്ടും എണ്ണ ഒന്ന് ഒരേപോലെ മിക്സാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ പാത്രം കവിഞ്ഞു. ഇനി എനിക്ക് ഈ പാത്രം മാറ്റാണ്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് മൈദ ഇടാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ഈ 2 ലിറ്ററിൻ്റെ കേക്ക് ചെയ്യുന്ന 2 kg കേക്ക് ഒരുമിച്ച് ചെയ്യാൻ നോക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാട്ടോ അതൊക്കെ. അപ്പം ഞാനിനി പാത്രം മാറ്റിയിട്ട് നമുക്ക് കാണാം കേട്ടോ. പാത്രം മാറ്റി ഇനി ഞാൻ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ അത് ഒരു 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാം. ഒരുമിച്ചിട്ടിട്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലംസായിട്ട് കിടക്കും, ശരിയാവില്ല. അപ്പോൾ അതും നമ്മൾ പഞ്ചസാര ഇട്ട പോലെ ഒരു 3 പ്രാവശ്യമായിട്ടിട്ട് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അല്ലാതെ ഇട്ട് അടിച്ച് അതിനെ റൊട്ടിയാക്കരുത് കേട്ടോ. ഇങ്ങനെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഈ രീതി ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടല്ലോ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേക്കുള്ള ഒരു 5 വയസ്സുകാരിയാണേ. ഭയങ്കര സ്വീറ്റാണ്. അവൾക്ക് ഡോറ വേണമെന്നൊക്കെ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു റെയിൻബോ കേക്ക് വേണമെന്ന്. അങ്ങനെ ഞാൻ റെയിൻബോ കേക്കും ഡോറയൊക്കെ ഒരുമിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോ ആക്കി ചെയ്തിട്ട് അടുത്തത് ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് ഡെക്കറേഷൻ ശരിയായില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുകയില്ല. ശരിയാവുകയാണെങ്കിൽ ഞാനത് ഇട്ട് കാണിച്ചു തരാം. എനിവേ, മോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത് ഞാൻ 3 പ്രാവശ്യമായിട്ട് മാവിട്ട് ഫോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പതയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, അത് അങ്ങനെ അടിച്ചങ്ങ് കളയരുത്. അത് അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഫ്ലാറ്റായി പോകും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അടിച്ച് പതപ്പിച്ചിരിക്കുന്ന ആ ബബിൾസും എയറും അതിൻ്റെ അകത്ത് നിലനിൽക്കണം. അത് കാരണമാണ് നമ്മൾ ജസ്റ്റ് ഇതിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല.
അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇച്ചിരി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഒഴിക്കാനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പം ഏകദേശം ഒരു 1/2 കപ്പ് പാല് വേണ്ടി വരില്ല ഒരു കപ്പ് മൈദയ്ക്ക്. അത് നമ്മൾ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ ഞാൻ മൊത്തം ഒഴിക്കില്ല, ഞാൻ കുറച്ചായിട്ട് ഒഴിച്ച് നോക്കിയിട്ട് ഒരു റിബൺ കൺസിസ്റ്റൻസി എപ്പോഴാണോ വരുന്നത് അപ്പം ഞാനങ്ങ് നിർത്തും. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓരോരുത്തരെടുക്കുന്ന മുട്ടയുടെ തന്നെ സൈസ് വ്യത്യാസം, അതിൽ നമുക്ക് ലിക്വിഡ് ക്വാണ്ടിറ്റി എത്ര വരുന്നു എന്നുള്ളത് ചിലപ്പോൾ കുറച്ചൊക്കെ മാറ്റം വരും. അപ്പോൾ പാലിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ഞാനൊരു 3/4 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. നമ്മൾ റിബൺ പോലെ ഇങ്ങനെ വീഴും അത് ഒഴിക്കുമ്പോൾ. ആ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് നിർത്താം പാലൊഴിക്കൽ. ഇത് ഞാൻ റിയൽ ടൈം തന്നെ കാണിക്കുന്നത് കേട്ടോ, ഞാനത് കട്ട് ഷോട്ട് ചെയ്തിട്ടില്ല ഈ പാട്ടൊന്നും. എന്നുവെച്ചാൽ നിങ്ങളും കൂടി നോക്കിക്കോ എങ്ങനെയാണെന്നുള്ളത്, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. പിന്നെ വീഡിയോ അത്ര വലിയ നീണ്ട വീഡിയോ ഒന്നുമല്ല, ഒരു 15-16 മിനിറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും, ബോറടിക്കാണ്ട് തന്നെ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു ക്ലാസ് ആണല്ലോ. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക, എങ്ങനെ വന്നു എന്നുള്ളത് പറയുക. നിങ്ങളുടെ വാനില സ്പഞ്ച് കേക്ക് എങ്ങനെ ശരിയായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കാണുമ്പോഴാണ് ഒരു സന്തോഷം. എത്രയും പാല് മിച്ചമുണ്ട് കേട്ടോ. 3/4 കപ്പ് എടുത്ത് കുറച്ച് പാല് മിച്ചം വന്നു. ഇനി ഞാൻ എൻ്റെ 2 ടിന്നിലോട്ട് ഞാനത് ഒഴിക്കാൻ പോവാണ്. ഏകദേശം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒഴിച്ചു വന്നപ്പോൾ ഒരെണ്ണത്തിൽ ശക്കലം കുറഞ്ഞു പോയി. രണ്ടാമത് ഒഴിച്ചതിൽ ഒരു ശക്കലം കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരുപാട് കുറവൊന്നുമില്ല, ഓൾമോസ്റ്റ് ദ സെയിം. വടിച്ചൊഴിക്കണം കേട്ടോ, ഒരു ശക്കലം പോലും കളയരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല കേക്കിൻ്റെ ബാറ്ററാണ്. നല്ല ഒരു സ്പാച്ചുല വെച്ചിട്ട് നല്ല വടിച്ചങ്ങ് ഒഴിക്കുക. അങ്ങനെ 2 ടിന്നിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണി അടിയിൽ വെച്ചിട്ട് അതിലോട്ട് ഒരു 10-12 പ്രാവശ്യം അതിനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എയർ ബബിൾസൊക്കെ തങ്ങി നിൽക്കുന്നതൊക്കെ അങ്ങ് പൊക്കോളും. അപ്പോൾ എയർ ബബിൾസ് ഇതിൻ്റെ അകത്തുനിന്നൊന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എയർ ബബിൾസ് മുകളിലോട്ട് പൊങ്ങി വരുന്നുണ്ട് ചിലതൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ടാപ്പ് ചെയ്തു, അടുത്തതും കൂടി ടാപ്പ് ചെയ്തിട്ട് നമുക്ക് അവൻ്റെ അകത്തോട്ട് വയ്ക്കാം. അവൻ ഞാനൊരു പ്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 180 ഡിഗ്രീസിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി കിടക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്തോട്ട് നമുക്ക് 2 അതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. 7 ഇഞ്ച് ടിന്ന് 2 ഇതിൻ്റെ അകത്ത് കയറും. അപ്പോൾ ഞാനത് 2ഉം അതിൻ്റെ അകത്തോട്ട് വയ്ക്കുകയാണ്. എന്നിട്ടൊരു 45 മിനിറ്റ്സ് വരെ ഞാനത് ബേക്ക് ചെയ്യാനായിട്ട് ഇടും. 45 മിനിറ്റ്സെങ്കിലും വേണം.
45 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ടിന്നിരിക്കുന്നു. പിന്നെ ഞാൻ 2 സൈഡിലും മുകളിലും താഴെ ഓൺ ചെയ്തിട്ടുണ്ട്. 180 താഴെ മുകളിലും 180 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സ് നമുക്ക് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. മിനിറ്റ്സ് കഴിഞ്ഞു. കുറച്ച് നേരം വെളിയിലിരുന്ന് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഡീമോൾഡ് അതൊന്ന് സൈഡൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ വീഡിയോ ആണിത്. ഇത് ബോട്ടം പോർഷൻ, ഇത് മുകളിലെ പോർഷൻ. ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ സോഫ്റ്റ് സ്പഞ്ചി കേക്കിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേ ചാനൽ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പോർഷൻ എൻ്റെ ഭംഗിയായിട്ട് വരുവാണെങ്കിൽ ഞാൻ അതും കൂടി ഇട്ടേക്കാം ഡെക്കറേഷൻ്റെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. കീപ്പ് ഓൺ വാച്ചിങ് സോൾട്ട് ആൻഡ് പെപ്പർ. ബൈ ബൈ.